നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന അഖിൽ മേനോൻ, 32 വയസ്സ്, 5 അടി 7 ഇഞ്ചായിട്ട്, 76 kg വെയിറ്റ്, MBA ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. അസിസ്റ്റന്റ് സെയിൽസ് മാനേജറായിട്ട് ബർജർ പെയിൻസിൽ വർക്ക് ചെയ്യാണ്. തൃശ്ശൂരും പാലക്കാടുമാണ് അദ്ദേഹത്തിൻ്റെ ഏരിയ. അച്ഛൻ ചന്ദ്രശേഖരൻ മരണപ്പെട്ടിരിക്കുന്നു. അമ്മ ഹൗസ് വൈഫ്, 2 സിസ്റ്റേഴ്സാണ്. അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. കൊടുവായൂർ, പാലക്കാട് കൊടുവായൂരാണ് സ്വദേശം ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. നല്ല ഒരു മിഡിൽ ക്ലാസ് തറവാട്ടുകാരാണ്. താല്പര്യമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫർദർ വിവരങ്ങൾ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 2-3 കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വിവാഹപ്രായമെത്തിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ പൊതുവെ അച്ഛനമ്മമാർക്ക് കുറച്ച് ടെൻഷൻ, ആവശ്യമില്ലാതെയൊക്കെ ടെൻഷൻ അടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഏത് മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യണം, ഏത് ജോത്സ്യനെ കാണണം, പ്രൊഫൈൽ എങ്ങനെ എഴുതണം, എവിടൊക്കെയാണ്, എന്തൊക്കെയാണ് എഴുതാൻ പാടില്ലാത്ത, എന്തൊക്കെ എഴുതണം, ആകെ ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇത്. അപ്പോൾ അതൊക്കെ ഒന്ന് എങ്ങനെ നമുക്ക് ആ ടെൻഷനൊക്കെ ഒന്ന് എങ്ങനെ നമുക്ക് കുറച്ചെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയാം. ഇതൊന്ന് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആദ്യമായിട്ട് ചെയ്യേണ്ടത്, വിവാഹപ്രായമെത്തിയ കുട്ടിയുമായിട്ട്, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും, അവരുമായിട്ട് അച്ഛനമ്മമാർ നന്നായിട്ടൊന്ന് സംസാരിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. എന്തൊക്കെയാണ് അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ളത്? പല അഭിപ്രായങ്ങളും ഉണ്ടാവും. നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ചിരിക്കേണ്ടാവും ഞാൻ പറഞ്ഞൊക്കെ അവർ കേട്ടോളും. അങ്ങനെയല്ല, അത് അവർക്കും കൂടെ അവരുടെ ആണ് വിവാഹം. അപ്പോൾ അവരോട് ചോദിക്കണം കാര്യങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ അഭിപ്രായങ്ങൾ എന്ന്. ചിലർ പറയും എനിക്ക് ബാംഗ്ലൂരാണ് ജോലി, ചില ബാംഗ്ലൂരിനെ നോക്കിയാൽ മതി. ചിലർ പറയും എനിക്ക് ബാംഗ്ലൂർ വേണ്ട, വേറെ എവിടെയെങ്കിലും നോക്കിക്കോളൂ. ചിലർക്ക് തിരുവനന്തപുരം, ചിലർക്ക് എറണാകുളം. അപ്പോൾ ലൊക്കേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻസി ഉണ്ട്. പിന്നെ അവർ പറയും നമുക്ക് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ മിനിമം വേണം എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ ആ കുട്ടികൾക്ക് പറയാനുണ്ടാവും. അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം രക്ഷിതാക്കൾ. അതിനുശേഷം നല്ല ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. ഇതൊരു പണിയാണ്. നല്ലൊരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ഹൈറ്റ്, വെയിറ്റ്, നമ്മളുടെ ജാതകം, അതായത് എത്ര ദോഷമുണ്ട്, അങ്ങനെയൊക്കെ കഴിയുന്നതും ജാതകത്തിൻ്റെ കാര്യങ്ങൾ കുറച്ച് കാട്ടിയാൽ വളരെ നന്നായി. ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം, ബർത്ത് പ്ലേസ്, നാള്, ഇതൊക്കെയാണ് കാട്ടേണ്ടതുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ കാട്ടുന്നത് ചിലപ്പോൾ അപകടങ്ങളായി മാറുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത് അതൊക്കെ കുറച്ച് എഴുതാൻ ശ്രമിക്കുക. അതിനുശേഷം ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, SLC തൊട്ടിട്ട് മേപ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ടാണ് എഴുതുക. ഏത് സബ്ജക്റ്റാണ് പഠിച്ചത്, ഏത് കോളേജിൽ നിന്നാണ് പഠിച്ചത്, എത്ര വർഷത്തെ കോഴ്സ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് എഴുതുക. അതിനുശേഷം ജോലി സ്ഥലം, ജോലി, അവിടുത്തെ ഡെസിഗ്നേഷൻ എന്താണെന്ന് വെച്ചാൽ അത്, എത്ര സാലറി കിട്ടുന്നുണ്ട്, ഈ വക കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ എഴുതുക. പിന്നെ നമ്മൾ ഹൈറ്റ്, വെയിറ്റ്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ നോട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് എഴുതി നല്ല വൃത്തിയായിട്ട് എഴുതി ഉണ്ടാക്കുക. എഴുതി ഉണ്ടാക്കിയതിന് ശേഷം വീട്ടിലുള്ള എല്ലാവരും അതൊന്ന് വായിച്ചു നോക്കുക. ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വല്ല റിമാർക്സുകളും അതിലുണ്ടോ? ഇപ്പം ഈ ജാതക ദോഷങ്ങളൊക്കെ എഴുതുന്ന ഒരു നെഗറ്റീവ് റിമാർക്സാണ്. അത് ഒരു ജ്യോത്സ്യം നോക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരു ജ്യോത്സ്യൻ. ഒരു ജ്യോത്സ്യൻ പറയുകയാണ് അരദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ വേറൊരു ജ്യോത്സ്യൻ നോക്കിയാൽ ഒരു ദോഷം പറയും. ചിലർ നോക്കിയാൽ പറയും ശുദ്ധജാതകം പറയും. അപ്പോൾ കഴിയുന്നതും ആ വക വർത്തമാനങ്ങൾ എഴുതാതിരിക്കുന്നതാണ് ഉത്തമം. അതിനുശേഷം ഇതെല്ലാം എഴുതിക്കഴിഞ്ഞ് എല്ലാവർക്കും ഉറപ്പ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു വഴിപാട് ഒരുക്കുന്ന പോലെ ഒരു അലക്ഷ്യമായിട്ട് ഇത് എഴുതരുത്.
നല്ല കൃത്യതയോടെ ആയിരിക്കണം എഴുത്ത്. ആളുകൾക്ക് വായിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. അതിനുശേഷം നിങ്ങളുടെ തറവാട്ടിലെ അമ്മ വീട്ടിലത്തെ തറവാട്ടിലെ ധർമ്മദൈവങ്ങൾ, നാഗങ്ങൾ, വെളുത്തങ്കാവ് അങ്ങനെയുള്ള, അല്ലെങ്കിൽ മച്ചിലുള്ള ഭുവനേശ്വരി, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ദൈവിക സാന്നിധ്യങ്ങൾ നിങ്ങളുടെ തറവാട്ടിലെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ ഇപ്പോൾ കുടുംബക്ഷേത്രമാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക. പോയി പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കരുത് തുടങ്ങുന്നതിൻ്റെ മുന്നേ. അത് ദൈവവിശ്വാസികൾ മാത്രം ചെയ്യുക. അതിനുശേഷം ഈ പ്രൊഫൈലുമായി നല്ലൊരു മാട്രിമോണിയൽ സൈറ്റിനെ സമീപിക്കുക. നല്ലൊരു മാട്രിമോണിയൽ സൈറ്റ് എന്ന് പറയാൻ കാര്യം, എല്ലാവരും നല്ലവർ തന്നെയാണ്, പക്ഷെ അത് അവരെന്തൊക്കെ തരും, എന്തൊക്കെ പ്രൊഫൈലുകൾ തരും, എത്ര പ്രൊഫൈലുകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, എത്ര രൂപയാണ്, ഇനി കല്യാണം വല്ലതും ശരിയായി കഴിഞ്ഞാൽ അവർക്ക് വല്ല അഡീഷണൽ പൈസകൾ വല്ലതും ഉണ്ടോ, എല്ലാം വൃത്തിയായിട്ട് ചോദിക്കണം. ഒരു വഴക്കം ബഹളത്തിനും ഉണ്ടാവാനുള്ള ചാൻസേ കൊടുക്കാൻ പാടില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിറ്റേ ദിവസം മുതൽക്ക് സ്വാഭാവികമായിട്ടും അവർ പ്രൊഫൈലുകൾ തരാൻ തുടങ്ങും. പ്രൊഫൈലുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മകള് അല്ലെങ്കിൽ മകനുമായി സംസാരിച്ച് അവർക്ക് ഫോട്ടോ ഒക്കെ കാട്ടിക്കൊടുത്ത് ഓക്കെ ആണെങ്കിൽ, അവർക്ക് ഓക്കെ ആണെങ്കിൽ അത് വെച്ച് മുന്നോട്ട് പോവുക. മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പോയിട്ട് പെണ്ണ് കാണൽ ചടങ്ങിന് പോകരുത്. പെണ്ണ് കാണൽ ചടങ്ങ് എത്രയും ഡിലേ ആക്കാൻ പറ്റുമോ അത്രയും ഡിലേ ആക്കുക. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ നന്നായിട്ട് ഫോണിലൂടെ അല്ലെങ്കിൽ വാട്സാപ്പ് ചാറ്റ് വഴിയൊക്കെ നന്നായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്ന അവസരത്തിൽ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, വല്ല ബാങ്കിങ് ലോൺസ്, വല്ല മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. നാളേക്ക് അറിഞ്ഞില്ല, കേട്ടില്ല, കണ്ടില്ല എന്നൊന്നും പറയാൻ പാടില്ല. പലരും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇവ കാര്യങ്ങളൊക്കെ ചോദിക്കാറ്. അപ്പോഴേക്ക് സമയം വൈകിപ്പോയിട്ടുണ്ടാവും, അതുമ്പോൾ വഴക്കാവും, പിന്നെ അത് വഴക്കായി ഡിവേഴ്സിലേക്കൊക്കെ പോകും. കഴിയാവുന്നത്ര ഡിവേഴ്സ് നടത്താതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നേരത്തെ തന്നെ കുട്ടികൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ നന്നായിട്ട് സംസാരിക്കുക. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ പുറത്ത് വെച്ച് കാണണം. അത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളുമായിട്ട് വ്യത്യാസമുണ്ടോ നോക്കുക. കാരണം പലരുടെയും ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നുണയാണോ സത്യമാണോ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക, നന്നായി സംസാരിക്കുക. നിങ്ങൾ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് ഒരു കംഫർട്ട് സോണിൽ എത്തുവാണെങ്കിൽ മാത്രമേ പെണ്ണ് കാണാൻ പോകാവൂ. പെണ്ണ് കാണാന്നൊക്കെ പറയുമ്പോൾ 99% ഓക്കെ ആയതിനു ശേഷം മാത്രമേ പോകാവൂ. അല്ലാണ്ട് ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും ലഡു കഴിക്കാനായിട്ടൊന്നും പോകരുത്. അതെല്ലാം ഒരു ബോറൻ പരിപാടികളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റിട്ടയർഡായി ഇരിക്കുന്ന അച്ഛനമ്മമാർക്ക് പുതിയ, അതായത് ദാമ്പത്യ ജീവിതം, കുട്ടികളുടെ ദാമ്പത്യ ജീവിതം എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതെല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കുട്ടികൾക്കും മംഗളാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ ഒറ്റപ്പാലം.